സിനിമകളെ വെല്ലുന്ന സംഭവങ്ങളാണ് ഉത്തർപ്രദേശിൽ നടക്കുന്നത്. നരഭോജികളായ ചെന്നായ്ക്കളാണ് സംസ്ഥാനത്തിന്റെ ഉറക്കം കെടുത്തുന്നത്. वन विभाग अपनी पूरी कोशिश भी कर रहा है. मुझे जल्दी उम्मीद है कि बाकी भी पकड़ लिया जाएगा. ചെന്നായ്ക്കളുടെ ആക്രമണം ഭീതി വിതച്ച് തുടരുകയാണ്. 2 വയസ്സുകാരി ഉൾപ്പെടെ 10 പേരെയാണ് ഇക്കാലയളവിൽ കൊന്നൊടുക്കിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ബഹ്റൈച്ച് ജില്ലയിലാണ് സംഭവം. 1.5 മാസത്തിനിടെ 8 കുട്ടികളും 2 സ്ത്രീകളുമാണ് മേഖലയിൽ കൊല്ലപ്പെട്ടത്. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ വനം വകുപ്പും പോലീസും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. 4 ചെന്നായ്ക്കളെ പ്രദേശത്ത് നിന്നും നിലവിൽ പിടികൂടിയിട്ടുണ്ട്. സ്ഥലത്ത് ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള തിരച്ചിൽ തുടരുകയാണ്. കൂട്ടത്തിലെ പ്രധാന ചെന്നായെ പിടികൂടിയതായി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും നാട്ടുകാർ ഇത് വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിട്ടില്ല. ചൊവ്വാഴ്ചയായിരുന്നു ചെന്നായ്ക്കളുടെ ആക്രമണത്തിൽ 2 വയസ്സുകാരി കൊല്ലപ്പെട്ടത്. ഉടൻ തന്നെ നാട്ടുകാർ സംഘടിച്ച് പിടികൂടിയ ചെന്നായെ മൃഗശാലയിലേക്ക് കൊണ്ടുപോയി. 2 ചെന്നായ്ക്കളെ ഇനിയും പിടികൂടാനുണ്ട്. ചെന്നായക്കൂട്ടത്തെ പിടികൂടാൻ ഓപ്പറേഷൻ ഭേദിയ ആരംഭിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഓപ്പറേഷൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ചെന്നായ്ക്കളെ പിടികൂടാൻ 16 സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് സർക്കാർ പറയുന്നത്. ഡ്രോൺ ക്യാമറകളും തെർമൽ ഡ്രോൺ മാപ്പിംഗ് സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചാണ് ചെന്നായ്ക്കളെ പിടികൂടുന്നത്. ആനയുടെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് ചെന്നായ്ക്കളുടെ വഴി തിരിച്ചുവിടാനും ഉദ്യോഗസ്ഥർ ശ്രമിച്ചിരുന്നു. വാതിലുകളില്ലാത്ത വീടുകളിൽ വാതിലുകൾ സ്ഥാപിക്കുന്നുണ്ടെന്നും എല്ലാ ഗ്രാമങ്ങളിലും രാത്രി പട്രോളിംഗ് നടത്തുന്നുണ്ടെന്നും ജില്ലാ മജിസ്ട്രേറ്റ് മോണിക്ക റാണി പ്രതികരിച്ചു. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലുള്ള ബഹ്റൈച്ച് ജില്ലയിലാണ് 1 മാസത്തിലേറെയായി നരഭോജി ചെന്നായ്ക്കളുടെ ആക്രമണം ഉണ്ടാകുന്നത്. അതിർത്തി പ്രദേശമായതിനാൽ ആരെങ്കിലും ബോധപൂർവം ഇവിടേക്ക് ചെന്നായ്ക്കളെ കടത്തിവിടുന്നുണ്ടോ എന്നും സംശയം ഉയരുന്നുണ്ട്. 22ഓളം പേർക്ക് ചെന്നായ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റു. ഏകദേശം 50ഓളം ഗ്രാമങ്ങളിലാണ് ചെന്നായ്ക്കളുടെ ആക്രമണം നടന്നത്. രാത്രി സമയങ്ങളിൽ വീടുകളിൽ തന്നെ കഴിയാനാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന മുന്നറിയിപ്പ്.